അങ്ങനെ ഓണസദ്യയൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് പയ്യോളി വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല പോക്കായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല സുഖമുണ്ടായിരുന്നു. റോഡൊന്നും ആളില്ലാതെ നല്ല കാലിയായിട്ട് നല്ല ഇങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്യുന്നത് വളരെ റെയറായിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതാ പോകുന്ന വഴിക്ക് കടകളൊന്നും ഇല്ലായിരുന്നു. ഓണായതുകൊണ്ട് തന്നെ എല്ലാം ലീവാണല്ലോ. പക്ഷേ ഏതോ ഒരു കട തുറന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സും ചോക്ലേറ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ ഞങ്ങൾ നേരെ പയ്യോളി വീട്ടിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ ഇതാണ് പയ്യോളി വീട്. അപ്പോൾ അവിടെ എത്തി ഞാനുമോൾ അതാ വേഗം തന്നെ ആലിയേൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ആലിയയ്ക്ക് അതാ ചോക്ലേറ്റ് കൊടുക്കാൻ അവൾ കൊണ്ടു കൊടുത്തു. പിന്നെ അതാ ആലിയ എനിക്ക് എന്തൊക്കെയോ ടാറ്റയും എന്തൊക്കെയോ നിന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ഞാനും ആലിയും കൂടി ഭയങ്കര കളിയായിരുന്നു. പിന്നെ നാനുവിന് ആരെങ്കിലും കിട്ടിയാൽ പിന്നെ നാനു വെറുതെ വിടില്ല. ആ സമയം അവൾ കളിക്കാനായിട്ട് നോക്കൂട്ടോ മാക്സിമം. അപ്പം അങ്ങനെ അതാ കുറച്ച് സമയം എല്ലാവരും കൂടി അവിടെ ഇരുന്ന് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നാനും ആലിയും കൂടി എന്തോ അവിടെ ഒരു ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് വിളിച്ചു. പിന്നെ കുട്ടികൾക്കൊക്കെ വേഗം തന്നെ ഫുഡ് കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. ബിരിയാണി ആയിരുന്നു ഇവിടെ. അപ്പം അങ്ങനെ ബിരിയാണി മാവോലി പൊരിച്ചതും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ അത് അച്ചമ്മയും ആൻറ്റിയും കൂടി വാങ്ങിയിട്ടുള്ള ഡ്രസ്സ് ഓണക്കോടിയൊക്കെ നാനുമോൾക്ക് ഇട്ട് റെഡിയാണോ എന്നൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് നോക്കുകയാണ് നാനും. അങ്ങനെ അതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളും ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. ഓൾറെഡി വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ച് വന്നതുകൊണ്ട് തന്നെ വിശപ്പ് കുറവായിരുന്നു. എന്നാലും ഞങ്ങൾ കുറച്ചൊക്കെ ഫുഡ് കഴിച്ചു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് അതിന് ശേഷം കുറച്ച് സമയം കഥയൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ കുറച്ച് സമയം ഞാൻ ഉറങ്ങി കേട്ടോ. അതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ നോക്കുമ്പോൾ നാനുമോളും ആലിയും നല്ല കളിയാണ്. ഇങ്ങനെ അതാ വീട് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലിരുന്ന് കളിക്കുകയാണ്. പിന്നെ നാനുവിന് പോവാമെന്ന് പറഞ്ഞപ്പോൾ പായസം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ഗ്ലാസ് പായസം അവൾ കുടിച്ചു. അങ്ങനെ പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വേഗം ഇറങ്ങാനായിട്ട് നോക്കുകയാണ്. അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് നമ്മളതാ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഇറങ്ങാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ആലിയ വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ആലിയയ്ക്ക് ഞങ്ങളുടെ കൂടെ വരണമെന്നുണ്ട് തോന്നുന്നു. പക്ഷേ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അതാ 2 പേരും കൂടി എന്തൊക്കെയോ പറഞ്ഞ് ആലിയയ്ക്ക് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് നാനു. അങ്ങനെ എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരോടും ഒന്നുകൂടി യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നാനുമോൾ അതാ വണ്ടിയിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നല്ല ഉറക്കത്തിലായിട്ടോ. എനിക്ക് തോന്നുന്നു കുറേ സമയം കളിച്ചത് കൊണ്ടായിരിക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.